നമസ്കാരം കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഐഫോൺ ഡോക്ടറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഫോട്ടോ സ്കാൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലും മറ്റുമുള്ള പഴയ ഫോട്ടോസ്, അതായത് നമ്മൾ ആൽബങ്ങളിലും മറ്റും കാണുന്ന വളരെ പഴകിയ ഫോട്ടോസും മറ്റും നമുക്ക് ഡിജിറ്റൽ രൂപത്തിലോട്ട് മാറ്റിയെടുക്കാൻ ഗൂഗിൾ തന്നെ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ സ്കാൻ. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ ഇതുപോലെ ഒരു ഇൻട്രോ ആയിരിക്കും ആദ്യം കാണിക്കുക. ഇൻട്രോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് സ്കാനിങ് എന്നുള്ള ഈ ബ്ലൂ ബട്ടണിൽ അമർത്താം. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറയിലൂടെ പെർമിഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഡോൺ അലോ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാമറ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറ കാണുന്നുണ്ട് നമുക്ക്. അതിനുശേഷം നമുക്ക് വേണ്ട ഫോട്ടോസ് സ്കാൻ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ സ്കാൻ ചെയ്യാൻ പോണ്. ഇനി ഇവർ പറയുന്നത് ഇതിലിപ്പോൾ 4 സർക്കിൾ കാണിക്കുന്നുണ്ട്. ഈ സർക്കിളിലോട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ക്യാമറ മൂവ് ചെയ്യണം. ഞാൻ ഫസ്റ്റായിട്ട് ഇവിടെ കാണിക്കുന്ന ഈ ഒരു സർക്കിളിലോട്ട് മൂവ് ചെയ്യാണ്. കറക്റ്റായിട്ട് ചെയ്യണം. ഇങ്ങോട്ട് മൂവ് ചെയ്തു, അവിടെ പിടിക്കുക, ഇങ്ങോട്ട് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ പ്രോസസ് ആയിരിക്കും. ഫോട്ടോ പ്രോസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പ്രോസസ് ചെയ്ത ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല ക്ലിയറിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റും പോയി അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗ്ലെയറിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ ഫോട്ടോ ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ക്യാമറ റോളിലോട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവിങ് യുവർ ഫോട്ടോസ്, ഫോട്ടോ ആക്സസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ക്യാമറയിലോട്ട് അത് സേവ് ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്, വളരെ നല്ല ആപ്ലിക്കേഷനാണ്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. Thank you.